നിയാസാണല്ലേ നോമ്പറക്കാനായിട്ട് ഇങ്ങോട്ടാ വരുന്നേ? യാസേ വീട്ടിൽ പോകല്ലേ നോമ്പറക്കാൻ? ടൈമില്ലല്ലോ, ഞാൻ ആകെ 10 മിനിറ്റല്ലേ ഉള്ളൂ. ഈ നേരത്തെ എന്തെങ്കിലും ഇങ്ങോട്ട് വാങ്ങിക്കൊടുക്കാനായില്ലടാ. ഇപ്പം ഇനി ടൈമില്ലല്ലോ. ഇതാണ് നിങ്ങളൊക്കെ കുഴപ്പം. ഈ വാങ്ങിക്കൊടുക്കാൻ നേരത്ത് അവിടെ ഇവിടെയൊക്കെ നിന്നിട്ടേ 10 മിനിറ്റ്. യാസേ ഈ ബാങ്ക് കൊടുക്കാനുള്ള തൽക്കാല സമയം വരെ അവിടെ ഇവിടെയും പൊതുവേ അന്നെ കുറിച്ച് പറയല്ല, പൊതുവേ പറയാണ്. അവിടെ നിന്നിട്ട് ഈ ബാങ്ക് കൊടുക്കാൻ 5-10 മിനിറ്റ് തൽക്കാല സമയം വെച്ചിട്ട് 100-100ലാണ് പോകും. ഈ പോയതിനനുസരിച്ചൊന്ന് പോയോക്കാം. വണ്ടി എടുത്ത് ഭയങ്കര സ്പീഡിലാണ് പോകും. 5 മിനിറ്റുള്ളൂ ബാങ്ക് കൊടുക്കാൻ പറഞ്ഞിട്ട്. ശരിക്കും മനഃപൂർവ്വം ആക്സിഡൻറ്റ് ഉണ്ടാക്കണേ നമ്മൾ തന്നെയാണ്. ഇതിനൊരു മാറ്റം വരണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ നോമ്പിന് ബാങ്ക് കൊടുക്കാൻ നേരത്തെ അവിടെ ഇവിടെയൊക്കെ പോയി നിന്നിട്ട് ആൾക്കാർ ആ തൽക്കാല സമയം വെച്ച് ഓടുമ്പോഴാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയം ആ സമയമാണ്. അതായത് 6:45 നോമ്പ് ബാങ്കുള്ളത് ഒരു 6:35 വരെ ആൾക്കാർ അവിടെ ഇവിടെ നിന്നിട്ട് പിന്നെ ഉണ്ടാവും ഒരു പാച്ചിൽ വീട്ടിലേക്ക് നോമ്പറക്കാനുള്ള സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ആ സമയം വരെ നിന്നിട്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ബോധവൽക്കരണത്തിൽ നിൽക്കാൻ പറയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. പെട്ടെന്ന് കുറച്ച് 10 മിനിറ്റ് മുമ്പ് പോയാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, വീട്ടിൽ കുറച്ച് നേരം ഇരിക്കണം എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ടൗണിലേക്കൊന്ന് പോയൊക്കെ എന്താ തിരക്കുന്ന വണ്ടിയില്ലേ. എന്നാൽ പെട്ടെന്ന് പോയിക്കോ, ടൈമായില്ലേ. ഞാനും പോയി തന്നെയാണ്, ഞാൻ പണിയൊക്കെ നിർത്തിയതാ. നിയാസെ നോക്കിപ്പോട്ടോ, ആംബുലൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഭയങ്കര തിരക്കുള്ള സമയമാണ്, ശ്രദ്ധിക്ക്. എൻ്റെ ഈ വീഡിയോ കാണുന്ന പൊന്നു സുഹൃത്തുക്കളെ, ഈ ബാങ്ക് കൊടുക്കാനേ 5-10-15 മിനിറ്റ് ഉണ്ടാകുമ്പോൾ അതുവരെ നമ്മൾ അവിടെ ഇവിടെയും വെറുതെ ഇരുന്നിട്ട് എന്തായാലും ഒരു 10 മിനിറ്റ് അരമണിക്കൂർ കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നത് നമുക്ക് എന്തായാലും ഉറപ്പാണല്ലോ. അപ്പോൾ നോമ്പുള്ളവരും നോമ്പില്ലാത്ത പോലെ ആയ സുഹൃത്തുക്കൾ ആ സമയത്ത് വാഹനമായിട്ട് പുറത്തിറങ്ങുമ്പോൾ സ്വന്തം ജീവൻ പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും വില കൽപ്പിക്കണം. പല ആളുകളും നോമ്പറക്കാനും പല ആവശ്യത്തിനും പോണതാണ്. അപ്പോൾ അതുവരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് സമയം കളഞ്ഞ് നമ്മൾ മറ്റുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ വാഹനം ഓടിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ വാഹനം ഓടിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ എത്ര ജീവൻ രക്ഷിക്കാമെന്നറിയോ സുഹൃത്തുക്കളെ. അപ്പോൾ നോമ്പ് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.